ദേശാടനം. കോർഫുക്കാൻ എന്ന നാട് കേരളത്തിൻ്റെ ഭൂപടത്തിൽ കാണപ്പെടില്ല. പക്ഷേ ഓരോ പ്രവാസിയുടെയും ജീവിതത്തിൽ കോറിയിട്ട നാമമാണ് കോർഫുക്കാൻ. ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഇതിലാണ്, ഈ ഒരു ചെറിയ റൂമിൽ. ഇവിടെ തന്നെയുണ്ട്, ഇവിടുത്തെ ബജാർ ഇവിടെ തന്നെയാണ്, ആദ്യത്തെ ബജാർ. ഇവിടുന്ന് പിന്നെ ടാക്സി പോവും, പല കുറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുത്ത് വിൽക്കും. അങ്ങനെ ചെറിയ ചെറിയ കച്ചവടത്തിൽ ഇതായിരുന്നു. പിന്നെ കടക്ക് പേര് വേണം, ലൈസൻസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ അങ്ങനെ പേരിട്ട്. ഇവിടെ ജയിച്ചും തോറ്റും മറഞ്ഞുപോയ മനുഷ്യരെ ഓർത്തെടുക്കാൻ ദേശാടനം ഒരാളെ കണ്ടെത്തി. നെഞ്ചുനീറുന്ന ഒരു പറ്റം പ്രവാസികളുടെ കഥകളും. ബോംബെ ബസായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാഞ്ച് കയറിയിട്ട് 14 ദിവസം ലാഞ്ചിൽ അതിൽ 3 ആളും ലാഞ്ചിൽ മരിച്ച്. ഇത്രയും വിഷമം പിടിച്ച ഇതാണ്. കാരണം ഭക്ഷണം കിട്ടായിട്ടും 2 ആൾക്കാർ ലാഞ്ചിൽ തന്നെ മരിച്ച്. ഇപ്പോൾ ലാഞ്ചിൽ ഇരിക്കുന്ന ഇത് ലാഞ്ചിൻ്റെ വലിപ്പം നമുക്കറിയാമല്ലോ. അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഒരാൾ മരിച്ചെന്ന് പറയുമ്പോൾ ആളെ പോയി നോക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഇരുന്നോട്ട് അവിടെ ഒരാൾ മരിച്ചത്ര എന്ന് പറഞ്ഞാൽ ആൾ മരിച്ച് ആളെ വെള്ളത്തിൽ താത്തി. അതാ വിവരം ഞാൻ അറിഞ്ഞെന്ന് മാത്രം. അത്രയും ദയനീയമായിരുന്നു. പിന്നെ ഒപ്പം എൻ്റെ ഒരു സ്നേഹിതന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചൊരു സ്നേഹിതണ്ടായിരുന്നു, കൊണ്ടുപോട്ടിക്കാരൊക്കെ. അവന് തീരെ സുഖമില്ലാണ്ട് അവന് ഉപ്പുവെള്ളം കുടിച്ചിട്ട് ഛർദ്ദിച്ചിട്ട് കുടലുംപാടെ ഇതായി ഛർദ്ദിച്ച് പോകുന്നു. ഞാൻ മരിച്ചിട്ടുമില്ല. അങ്ങനെ ലുലയ്യാറിൻ്റെ സ്ഥലത്ത് ലാഞ്ചി ഇറക്കിയിട്ട് എല്ലാവരും ലാഞ്ചിക്കാർ ഈ ഇറക്കിയ ആൾക്കാർ മുഴുവൻ അവിടെ വിട്ടുണ്ട്, അവർ പോകും. അപ്പം ശരിക്കും കുറച്ച് ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ അവിടെ വണ്ടി കയറി പോകുന്നു. എനിക്ക് ഇവനിട്ടാണ്ട് പോരാൻ വയ്യ. അങ്ങനെ ഇവനെടുത്ത് പൊന്തിച്ചിട്ടാണെങ്കിൽ വയ്യാൻ അങ്ങനെ വലിച്ച് ഞാൻ എടുത്തപ്പോൾ അവൻ്റെ കാലിന് മടമ്പ് കെട്ടിയിട്ട് പിന്നെ ചോര പൊട്ടി. എന്നിട്ട് ഞാനാണ് സൈഡിൽ ചാരി നിർത്തിയിട്ട് ഞാൻ വിട്ട് നടന്നു നോക്കി. എന്നിട്ടും എനിക്ക് പോകാനൊരു ഇത് വന്നില്ല. അപ്പോഴാണ് ഒരു മിലിറ്ററി വണ്ടി വന്നത്, പോലീസുകാരൻ്റെ. അപ്പോൾ പിടിച്ചാലും വേണ്ടിയില്ല, എന്തായാലും വീട്ടിൽ ഞാൻ റോട്ടിൽ നിന്ന്. അങ്ങനെ വണ്ടി വന്ന് നിന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് ഞങ്ങൾക്കിങ്ങനെ മലയാളികളുള്ളൊരു ഭാഗത്ത് കൊണ്ടാക്കി തരണം. അങ്ങനെ അവൻ പറഞ്ഞ് ഞങ്ങൾ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്ന ആളാണ്, എന്നാലും ഞാൻ വേറെ മലയാളികളോടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അറബികളുള്ള സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കി തരാമെന്നില്ല. അങ്ങനെ വിളിച്ചിട്ട് 2 ആളും കൂടെ വിളിച്ചിട്ട് ലുലയ്യയിൽ അറബികൾ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവന് വണ്ടിയിൽ മുഴുവൻ ഇത് ഒക്കെ ആക്കി ആകെ കച്ചറാക്കി. അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ വൃത്തിയാക്കി അവിടെ ഇട്ട്. വൈകുന്നേരം അറബികളും അറബി പെണ്ണുങ്ങളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ തന്നെയാണ്. ഭക്ഷണം തിന്നാൻ പെയ്യണ്ട, പിന്നെ ഒക്കെ ഉണങ്ങിയപ്പോൾ ഇതായിട്ട്. അങ്ങനെ പിന്നെ രാത്രി ഒരാൾ പറഞ്ഞ് കോർഫുക്കാൻ തന്നെ സ്ഥലമുണ്ട്, ഒരു അറബിക്കാരനെ അവിടെ കൊണ്ടാക്കി തരാം, അവിടെ മലബാരികൾ നല്ല ഉണ്ട് എന്ന് തന്നെ. അങ്ങനെയാണ് ഇവിടെ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ചെറിയ ടയർ കട ഉണ്ടായിരുന്നു. ആ ടയർ കട അവിടെ രാത്രി കൂടെ നിറക്കി. അങ്ങനെ രാത്രി കൂടെ നിറക്കി. അന്ന് രാത്രി കുറഞ്ഞ മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇവിടെ മഴ ഒരു സൈഡിൽ അവിടെ കിടന്നിട്ട് മഴ ലേശിച്ച് ചാറിന്ന്. അന്ന് അപ്പോൾ ഒരു അറബിപ്പെണ്ണ് വന്നിട്ട് ഒരു പുതപ്പിട്ട് മൂടി തന്നയാളെ. എന്നിട്ട് നേരം വെളുത്തതിന് ശേഷം 1-2 മതിയാവലൊക്കെ കണ്ട്. അപ്പോഴാണ് ഒരാളും വാസു എന്ന് പറഞ്ഞൊരു ഒരുത്തുണ്ടായിരുന്നു ഇവിടെ കച്ചവടം ഉണ്ടാകാൻ. അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് നമ്മൾക്ക് ആദ്യം ഇവനെ നമ്മൾ ആസ്പത്രിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അറബിനെ കൂട്ടി കൊടുത്തിട്ട് നേരെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അപ്പോൾ ഇവന് സംസാരിക്കാനൊന്നും വയ്യ. ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തതിന് എൻ്റെ കത്തിൻ്റെ അഡ്രസ്സ് പ്രകാരം ഇവൻ്റെ ഒരു ജ്യേഷ്ഠൻ ഷാർജയിലുണ്ടായിരുന്നു. അവനക്ക് ഞാൻ ടെലിഗ്രാം ചെയ്തു, ഇങ്ങനെ അങ്ങനെ നിന്നിട്ടുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ നേഴ്സുമാർ മലയാളികളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് പുറത്തുനിന്ന് മോണ്ടജി നോക്കിയാണ് ഇവിടെ നോക്കിയിരുന്നോ, ഞങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ടതാണ്. എൻ്റെ ഒപ്പം കൂടെ വന്നവരൊക്കെ ദുബൈക്ക് എത്തിയിരുന്നു. എനിക്ക് ദുബൈ പോകാൻ പറ്റിയിട്ടില്ല, പൈസയില്ല പോകാൻ. അപ്പോൾ ഞാൻ ദുബൈക്ക് എത്തിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം അതുമുണ്ട്. അങ്ങനെ ഇവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയാണ് ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഈ ഹോട്ടലിൽ വന്നിട്ട് വൈകുന്നേരം നോക്കുമ്പോൾ ഇവരെ വന്നില്ല. അപ്പം അന്വേഷിച്ച് പറഞ്ഞ് അവർ ഷാർജയിൽ നിന്ന് ഹെലികോപ്റ്റർ വന്നിട്ട് രോഗിനെ കൊണ്ടുപോയിക്കണം, ഷാർജയെ കൊണ്ടുപോയി. അങ്ങനെ ഒരു 10-20 ദിവസം ഹോട്ടലിൽ പണിയെടുത്തവരോട് ഞാൻ ഷാർജയ്ക്ക് പോകാനുള്ള പൈസ വാങ്ങി. എന്നിട്ട് ഞാൻ പറ്റുന്ന അഡ്രസ്സ് പ്രകാരം ഷാർജയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് അവിടുന്ന് കൊടുന്നതിന് 3-ാം ദിവസം അവൻ മരിച്ചതാണ്. ഇപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷേ ആളെ അത്രയും കാലമായതുകൊണ്ട് ആ കുടുംബത്തിനെ പറ്റി നമുക്കറിയില്ല.
ആരും അത്ര പരിചയമില്ല. പോരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാമെന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അത്ര ഇതായിട്ടുള്ളൂ. കുണ്ടോട്ടി എന്ന സ്ഥലത്തുള്ള ആളാണ്. പേര് മുഹമ്മദ്. അതിന് തെല്ലുകാലം ബോംബെയിലായിരുന്നു പോയത്. ഞാനും അവനും ബോംബെയിൽ മദൽപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് മാലിക് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള പരിചയമാണ്. അപ്പോൾ അവൻ്റെ ഒരു ജ്യേഷ്ഠൻ ഷാർജയിൽ ടാക്സി ഡ്രൈവറാണ്. എൻ്റെ നാട്ടുകാരും എൻ്റെ ആൾക്കാരൊന്നും ഇല്ല അവിടെ. അപ്പം പറഞ്ഞ് നമ്മളൊക്കെ അവിടെ എത്തിയാലും എൻ്റെ ജ്യേഷ്ഠ അവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണ് അവനെ ഇങ്ങോട്ട് പോരാളെ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അവനെ ഇട്ടുകൊണ്ട് പോകാൻ മനസ്സൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ഇറങ്ങിയ ഉടനെ ചെന്ന ആൾക്കാർ മുഴുവൻ അവിടെയൊക്കെ വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് പിന്നെ ഇവിടെ ചിലവിൻ്റെ പൈസയ്ക്ക് ഒരു ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ തന്നെ മെച്ചം ഇവിടെ തന്നെയാണ്. എനിക്ക് ഇവിടെ എന്നാൽ ജോലി കിട്ടുമല്ലോ. ഞാൻ തിരിച്ചു പോകുന്നില്ല. 4-5 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെ കല്യാണം കഴിച്ച് അയച്ച് മക്കളെ എന്താണ് വരുത്തി. കൂടുതൽ സമ്പാദ്യമൊന്നുമില്ല, അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോകും. നമ്മൾക്ക് ഇപ്പോഴും നാടിനോടുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ 45 കൊല്ലമായി ഇവിടെ ഒരു ഒത്തിരി ആയിക്കോന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ